ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അതാ രാവിലെ തന്നെ നമ്മളെ കുഞ്ഞാപ്പക്കുട്ടിയെ എണീറ്റിട്ട് തണുപ്പ് കാരണം താഴെ ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. കുറേ നേരം മടിയിലൊക്കെ വെച്ചിരുന്നതിന് ശേഷമാണ് ആളെ താഴെ ഇറക്കി വിട്ടത്. അവർ രണ്ടുപേരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര വാശിയായിരുന്നല്ലേ. അവരെ കൂടെ പോയി കിടക്കുന്നതാണ്. ചക്കരക്കുട്ടിക്ക് പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവരെ കൂടെ കിടക്കാൻ ഞാൻ വിട്ടിട്ടില്ല. കാരണം ആൾക്ക് പനി പിടിച്ചാൽ ഭയങ്കര ഡേഞ്ചർ അവസ്ഥയാണ് കേട്ടോ. ചക്കരയ്ക്ക് ഇന്നലെ സ്കൂളിൽ നിന്ന് കാറ്റടിച്ചിട്ട് തലയ്ക്ക് ഇങ്ങനെ ഫാൻ ഇട്ടിട്ട് കുട്ടികൾ ഇരുന്നിട്ട് ഹൈ സ്പീഡിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്നേരം അതിങ്ങനെ തലയ്ക്ക് കാറ്റടിച്ചിട്ട് അവർക്ക് തലയൊക്കെ കൂടെ എന്തൊക്കെയോ ആയിപ്പോയി. കാരണം നമ്മളിവിടെ ഫാനിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ ചൂട് അങ്ങനെ അറിയത്തില്ല, എപ്പോഴും തണുത്ത കാലാവസ്ഥയല്ലേ. ഇവർക്ക് ഈ ഫാനിൻ്റെ കാറ്റൊന്നും അങ്ങനെ അടിച്ച് ശീലമില്ല. അന്നേരം ഇതിങ്ങനെ കണ്ടമാനം അടിച്ച് കഴിയുമ്പോൾ ഇതിൽ മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഫാനിൻ്റെ കാറ്റ് അടിച്ച് കഴിയുമ്പോൾ അന്നേരം ഇതിപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അന്നേരം ഇതിങ്ങനെ അടിച്ച് കഴിഞ്ഞപ്പോൾ ആൾ വല്ലാണ്ട് സൈഡായി പോയിട്ടുണ്ടായി, പനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു രാത്രി. പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ചായക്ക് കടി ഉണ്ടാക്കണമെങ്കിൽ. നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി, നല്ല തിളച്ച വെള്ളമല്ല, നല്ല ചൂടായ വെള്ളത്തിലാണ് ചപ്പാത്തി മാവ് കുഴക്കണേ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടിയാണ് കേട്ടോ. നമുക്ക് റേഷൻ കടയിൽ നിന്ന് മൂന്ന് പാക്കറ്റ് ആട്ടപ്പൊടി കിട്ടും, എല്ലാ മാസവും 3 പാക്കറ്റ് കിട്ടും. അതാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കണം. അതിനൊന്നും നമ്മൾ സെപ്പറേറ്റ് പൊടിയൊന്നും മേടിക്കാറില്ല. ആട്ടപ്പൊടിയൊന്നും ഗോതമ്പ് മേടിക്കും, അത് കഴുകി ഉണക്കി പൊടിക്കുകയാണ് ചെയ്യാറ്. മഴക്കാലം അതിന് ശേഷം ഗോതമ്പ് മേടിക്കൽ നിർത്തി, ഗോതമ്പ് പൊടി തന്നെ മേടിക്കലായി. കാരണം അത് കഴുകി ഉണക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. അതന്നെ ഇപ്പോഴും അങ്ങോട്ട് നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കറി എന്ന് പറയുന്നത് പരിപ്പാണ്, പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. പരിപ്പ് താളിക്കലാണ്, നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ. ഇവിടെ പരിപ്പ് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ വറവിടുമ്പം ലേശം മുളക് പൊടിയും കൂടി ഇട്ട്, പച്ചമുളക് ഇട്ടിട്ടാണ് ഓൾറെഡി വേവിക്കണം. പച്ചമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഉള്ളിയും രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ കൂടി ഇട്ട് വേവിച്ചെടുത്താണ്. താളിക്കുമ്പോൾ അത് മുളകും കൂടി ലേശം മുളക് പൊടിയും കൂടി ചൂടാക്കിയിട്ട് ഒരു കളറും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആട്ടപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ ലേശം നേരം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചായിരുന്നു കേട്ടോ. അന്നേരത്തേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ട്, ചോറൊക്കെ ഊറ്റിയെടുത്തു. പിന്നെ നമ്മൾ വീഡിയോസ് കാണുമ്പോഴേ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പിന്നെ നമ്മൾ വീഡിയോസിനെ പറ്റിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അവരെല്ലാവരും അഭിപ്രായം കമൻറ്റിലൂടെ പറയണം. എനിക്ക് ഇങ്ങനെ ശ്വാസം പിടിച്ച് വർത്താനം പറയുമ്പോഴേ എന്തോ ഒരു ശ്വാസം മുട്ടും പോലെ തോന്നുക കേട്ടോ. കാരണം ഇങ്ങനെ നിർത്താതെ പറയല്ലേ, അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ട്. പിന്നെ നമ്മളെ പച്ചക്കറി തൈയൊക്കെ ഒന്ന് നടാൻ വേണ്ടിയിട്ട് അപ്പുറം പോയിട്ടൊന്ന് കണ്ടൊക്കെ ഒന്ന് കിളച്ചിടണം. അതൊക്കെ ചെയ്യാനുണ്ട്. അന്നേരം ലൈവ് ഇടണം. അന്നേരം ഈ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം വേഗം ലൈവൊക്കെ ഇടാൻ. ചപ്പാത്തി ഇതവിടെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി നന്നായിട്ട് പൊന്തിയൊക്കെ വരും കേട്ടോ. റേഷൻ കടയത്തെ ആട്ടപ്പൊടിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നന്നായിട്ട് പൊന്തി വരും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തി പൊടിയും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങനെ പൊന്തി വരുന്നില്ല, ഭയങ്കര ബലത്തിലിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല കേട്ടോ. ഞങ്ങളൊക്കെ സാധാരണ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസാണ് കേട്ടത്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അപ്പുറത്തേക്ക് പോവുകയാണ്, നമ്മളെ കണ്ടത്തിലൊന്ന് കിളയ്ക്കാൻ പോവുകയാണ്. അന്നേരം പുഴ കടന്ന് പോവാട്ടോ. പുഴയിൽ വെള്ളമൊന്നുമില്ല, പുഴയിൽ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ അന്നേരം ഇതാ ഞങ്ങൾ നടന്ന് പോവാണ് കേട്ടോ. അന്നേരം പൊന്നുകുട്ടി അപ്പുറത്ത് ഇത് വീഡിയോ എടുക്കുന്നുണ്ട്. കുഞ്ഞാപ്പൂക്കുട്ടി ആദ്യം പറഞ്ഞ് നടന്നൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾക്ക് പേടിയായിട്ടോ. ഞാൻ പിന്നെ എടുത്തുകൊണ്ട് തന്നെ പോയിട്ടല്ലേ, കല്ലാണ് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ പണി കിട്ടും, വഴുക്കുന്നുണ്ട് കല്ലൊക്കെ. പിന്നെ കണ്ട അത്യാവശ്യം അച്ഛൻ നല്ല കാടുണ്ടായിരുന്നു, അപ്പുറത്തെ പോലെ കാടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ നന്നായി വീശിയൊക്കെ വെളിച്ചത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൊത്തം ചെത്തിക്കോരാണ്ട്, നിറച്ച് പുല്ലും തൊട്ടാവാടിയുടെ മുള്ളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെത്തിക്കോരണം. ഇത് അമ്മയുടെ ഓഹരിയാണ് കേട്ടോ. ഓഹരി സ്ഥലം എന്ന് പറഞ്ഞാൽ തറവാടാണ്, അവിടെ മാമനാണ് അവിടെ താമസിക്കണം അവിടെ. അന്നേരം പിന്നെ അവർക്ക് എല്ലാവർക്കും കൂടെ ഓരി കൊടുത്താണ്. 7 മക്കളാണ് ഇവർ, അതിലൊരു മാമൻ മരിച്ചു പോയിട്ടോ. ബാക്കിയുള്ളവരുടെ 3 പെണ്ണും 4 ആണുമാണ് കേട്ടോ. അന്നേരം ഇത് നമ്മളെ എന്താ പറയുക, ആവാച്ചടോ എന്നൊക്കെ പറയില്ലേ, വാട്ടർ ഫ്രൂട്ട്, അത് ഭയങ്കര വിറ്റമിൻ സാധനമാണ്. അന്നേരം അച്ഛൻ അതിൻ്റെ ഒരു ചെടി അവിടെ കൊണ്ട് നട്ടാണ് കേട്ടോ. ഇവിടെ അതിൽ കായ് ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് എടുക്കും, വീടുകളിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക വില പറഞ്ഞിട്ട് അവർ കായ് മൊത്തത്തിൽ എടുക്കും കേട്ടോ. ആൾക്കാർ വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകലാണ്. അന്നേരം മൊത്തം ഞാൻ ചെത്തി കോരി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈക്കോട്ടും പണിയൊന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. നമ്മൾ പച്ചക്കറി വിഷമടിക്കാത്ത പച്ചക്കറിയൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുകയാണ് കേട്ടോ. പിന്നെ പന്നികളൊക്കെ ഇറങ്ങും. ഇവിടെ മാമൻ കപ്പ വെച്ച സ്ഥലമായിരുന്നു കേട്ടോ. മാമ ഇവിടെ കൃഷിയൊക്കെ ചെയ്യലുണ്ട്, കപ്പ, വാഴ, പയറൊക്കെ ചെയ്യലുണ്ട് ആദ്യമൊക്കെ കേട്ടോ. ഇപ്പം ചെയ്യാറില്ല, മാമ എസ്റ്റേറ്റ് പണിക്ക് വന്നതാണ്. അന്നേരം ഇപ്പം അങ്ങനെ ചെയ്യാറില്ല, ആദ്യമൊക്കെ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ. കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തടങ്ങനെ മണ്ണ് കൂട്ടിയിടില്ല, അങ്ങനെ കൂട്ടിയിട്ട് 2 ഏക്കറാണ് അവിടെ. മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം ഇല്ല കേട്ടോ. അതിൻ്റെ ഏക്കറാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ മൊത്തം മറ്റേ മണലില്ലേ, മണൽ വന്ന് കയറി കിടക്കുന്നുണ്ട്. പുഴയിൽ നിന്ന് വെള്ളം താഴെ വരെ ഞാൻ നിൽക്കണില്ല, അതിൻ്റെ കുറച്ചുകൂടെ താഴ്ഭാഗത്ത് വരെ പുഴയിൽ നിന്ന് വെള്ളം കയറും കേട്ടോ. നല്ല 2018 പോലെയാണ് ഇങ്ങോട്ടൊക്കെ വെള്ളം വരും കേട്ടോ.
ആരെ കുഞ്ഞാപ്പുക്കുട്ടി അതിലിങ്ങനെ കാക്കിരി പീക്കിരി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ ഇത് കൊത്തിയെടുക്കൽ നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. മണ്ണ് കുറേ കാലമായിട്ട് കൃഷിയൊന്നും ചെയ്യാതെ കിടക്കല്ലേ, മാമ കുറേ വർഷങ്ങളായിട്ട് കൃഷിയൊക്കെ ചെയ്യാണ്ട്. അതിന് നല്ല ഉറപ്പുണ്ടായിരുന്നു മണ്ണ്. ഞാൻ ഒരു വിധത്തിൽ മൊത്തം ഒന്ന് കിളച്ചെടുക്കുക എന്നുള്ള കണ്ടീഷനിൽ മൊത്തത്തിൽ ഇങ്ങനെ കിളയ്ക്കുകയാണ്. അത് കുറച്ച് ഭാഗങ്ങൾ എടുക്കണുള്ളൂ, ബാക്കി നമുക്ക് തൈയും വിത്തൊക്കെ നോക്കിയിട്ട് ബാക്കി കിളച്ചെടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കിളച്ചെടുക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കിളക്കലൊക്കെ മുകളിൽ ഇരുന്നിട്ട് അച്ഛൻ കാണുന്നുണ്ട് കേട്ടോ. അന്നേരം എൻ്റെ കിളക്കൽ കണ്ടിട്ട് പതുക്കെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി വന്നാണ് കേട്ടോ. പിന്നെ അച്ഛൻ വന്നിട്ട് ആ കൈക്കോട്ടെ കുറച്ച് ചെതൽ പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൊത്തലിന് അത് ഓക്കെ ആയിരുന്നു. അച്ഛൻ വന്ന് രണ്ട് കൊത്തങ്ങ് കൊത്തി മക്കളെ കൈക്കോട്ട് അങ്ങോട്ട് പൊട്ടിപ്പോയി കേട്ടോ. പിന്നെ അച്ഛൻ എന്താക്കി, അത് പോയി റെഡിയാക്കിയൊക്കെ വന്നതിന് ശേഷം പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ബാക്കി പോയി. ഇപ്പോൾ ഒരു 2:30 മണിയൊക്കെ സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൈക്കോട്ട് കുറേ നാൾ എടുക്കാണ്ട് അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കൈക്കോട്ടാണ് ഈ വീട് പണി എടുക്കണം അവിടെയും കൊണ്ട് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ അച്ഛൻ പോയി അതിന് തായൊക്കെ മാറ്റിയിട്ടു. ആ നേരം കൊണ്ട് ഞാൻ എന്താക്കി, വേഗം കടിയൊക്കെ ഉണ്ടാക്കി കുളിക്കാന്നുള്ള ലക്ഷ്യത്തിൽ തലയിൽ എണ്ണയൊക്കെ തേച്ചു കേട്ടോ. ഒരു അച്ഛൻ നേരത്തേക്കും കൈക്കോട്ടും തായൊക്കെ ഇട്ടു വന്നപ്പോൾ ഞാൻ ഇനി ഏതായാലും ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം, എന്നാൽ എനിക്ക് നാളെ തൈ നടാലോ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ നിന്നതാണ്. അന്നേരം പിന്നെ കുളിച്ചിട്ടില്ല. അന്നേരം വേഗത കുട്ടികൾക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബാക്കി തൈ നടുന്ന വീഡിയോ നാളെ വരാം കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, നാളെ കാണാം ബാക്കി വീഡിയോ ആയിട്ട്.